വെൽക്കം ടു സെലു സ്പൈസി കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ആണ്. ഇത് എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 30 മിനിറ്റ് മിനിമം അടച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ സവാളയുടെ പകുതി ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ ഓരോന്നായി പൊളിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം ആണ്. ഞാൻ 2 കളർ ക്യാപ്സിക്കം ആണ് എടുത്തിട്ടുള്ളത്. രണ്ടിൻ്റെയും പകുതി ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ്. 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. വെളുത്തുള്ളി ഒരു 10 അല്ലി ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളത്തിൽ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് ചില്ലി ചിക്കന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ചിക്കൻ മാറ്റി വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. എണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. 1 മിനിറ്റിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 8 മിനിറ്റോളം കുക്കായിട്ടുണ്ട്. ഇത് ഇനി കോരിയെടുക്കാം. ബാലൻസ് ഉള്ള ചിക്കനും ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചില്ലി ചിക്കൻ റെഡിയാക്കാം. അതിനായി ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി തീ കൂട്ടി വെക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം ഇനി കുക്ക് ചെയ്യാൻ. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, കൂടെ തന്നെ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് എന്നിവ ചേർത്ത് കൊടുക്കാം. 15 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ക്യൂബ്സ് ആയി കട്ട് ചെയ്ത സവാള, കൂടെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി 15 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്ര ഉപ്പ് മതിയാകും. കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കോൺഫ്ലവർ കലക്കി വെച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒഴിച്ച ഉടനെ നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയം ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കാം. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. തിളച്ചു വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.